അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തന്നല്ലേ? റബീഉൽ അവ്വലൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഉഷാറായിട്ട് പോകണില്ലേ? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള മൗലിദുകളും സ്വലാത്തുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുകയല്ലേ. ഇനി നമ്മൾ ആ ഒരു പുണ്യ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണല്ലേ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മദിനത്തിന് സാക്ഷ്യം വഹിച്ച ആ ഒരു രാവിനും പകലിനൊക്കെ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. എന്താണേലും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരത്ഭുത ഒരു ഇസ്മാണ് കേട്ടോ. ഈ ഇസ്മ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇസ്മ ചൊല്ലുന്നവരുടെ ജീവിതം തൊട്ടതെല്ലാം പൊന്നാകും എന്നുള്ളതാണ്. തൊട്ടതൊക്കെ പൊന്നാകുക എന്ന് പറഞ്ഞാൽ തൊട്ടതിലൊക്കെ ബർക്കത്തും റഹ്മത്തും പടച്ച റബ്ബ് വാരിക്കോരി തരും. നമ്മുടെ ബിസിനസ്സിലും നമ്മളൊരു പുതിയ ഒരു സംരംഭം തുടങ്ങിയാൽ, അല്ലെങ്കിൽ വേറെന്തിലേക്കും നമ്മൾ പുതിയതായിട്ട് കാലെടുത്ത് വെച്ചാൽ അതിലൊരു പ്രത്യേക ബർക്കത്ത്. അതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ഒരു പ്രത്യേക അഭിവൃദ്ധി പടച്ച റബ്ബ് തരും എന്നുള്ളതാണ്. ഈ ഇസ്മ ധാരാളം പറയുന്ന എണ്ണം ചൊല്ലുന്നവർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. എന്താണെങ്കിലും കൂടുതൽ നീട്ടിപ്പരത്തി പറഞ്ഞ് ക്ഷമ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ഏതാണ് ഇസ്മ എന്നുള്ളത് പറഞ്ഞുതരാം. മനസ്സറിഞ്ഞ് യഖീനോടെ ഉറപ്പോടുകൂടെ നല്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ചൊല്ലുക ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫലം ഉറപ്പാണ്. എന്താണെങ്കിലും ഏതാ ഇസ്മ എന്ന് പറഞ്ഞുതരട്ടെ. യാ മുഹൈമിനു, യാ മുഹൈമിനു, യാ മുഹൈമിനു 145 പ്രാവശ്യം. 145 145 പ്രാവശ്യം നമ്മൾ ഈ 145 പ്രാവശ്യം നമ്മൾ ഈ ഇസ്മ ചൊല്ലുകയാണെങ്കിൽ, ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ബർക്കത്തും അഭിവൃദ്ധിയും വർദ്ധിക്കുന്നതാണ്. നമ്മുടെ ബിസിനസ്സുകളിലും ജോലിയിലും അതുപോലെ വീടുകളിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇത് ഒരുപാട് ആളുകൾക്ക് അനുഭവം സൃഷ്ടിച്ച, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഇസ്മാണ്. ഏതാ ഇസ്മ എന്ന് മനസ്സിലായില്ലേ? യാ മുഹൈമിനു, യാ മുഹൈമിനു, യാ മുഹൈമിനു 145 പ്രാവശ്യം. ഓക്കെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് ഈ രീതിക്ക് ഈ ഇസ്മ ചൊല്ലിയാലും ആ ഉദ്ദേശവും പടച്ച റബ്ബ് നടത്തി തരും എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തിലേക്കുള്ള വഴി പടച്ച റബ്ബ് നമുക്ക് എളുപ്പമാക്കി തരും, ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ ചൊല്ലാൻ പടച്ചോൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.